വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ന്യൂസ് എന്ന് പറയുന്നത് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീസറാണ് വന്നിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, എൻഡ്യൂറോ 390. നമ്മളെല്ലാവരും വളരെയധികം നാളായിട്ട് കാത്തിരിക്കുന്ന മോഡലാണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ IBWയിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ IBWയിൽ പോകാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അഡ്വഞ്ചർ 390 പുതിയ മോഡൽ കാണണം, അത് ഫീൽ ചെയ്യണം എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് പോയത്. പക്ഷേ ഞാൻ അഡ്വഞ്ചർ 390യിൽ കയറിയിരുന്ന് ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് നേരം നിന്ന് ഞാൻ എൻഡ്യൂറോ 390യിൽ കയറിയിരുന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീലുണ്ട്. മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് നിമ്പിളാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന രീതിയിലുള്ള ഒരു റാലി ടവറോ അല്ലെങ്കിൽ ഫ്രണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള യാതൊരു കാര്യം വരാത്തതുകൊണ്ട് തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് എനിക്ക് ആ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ അടുത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം വെയിറ്റ് ചെയ്തിരുന്ന ഒരു മോഡലാണ് KTMൻ്റെ എൻഡ്യൂറോ 390 എന്ന് പറയുന്നത്. എന്തായാലും അത് വേഗം ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. പ്രൈസിങ് എന്ന് പറയുന്നത് എനിക്കറിയാവുന്ന കുറച്ച് പേര് പറഞ്ഞത് വലിയൊരു കൊല്ലണ പ്രൈസിങ് ആയിരിക്കില്ല, അഡ്വഞ്ചറിനേക്കാളും പ്രൈസിങ് കുറവായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ അടുത്തൊരു കാര്യം ഞാൻ KTMനോട് അപേക്ഷിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദയവ് ഇത് എൻഡ്യൂറോ 390R എന്ന് പറഞ്ഞ മോഡൽ കൊണ്ടുവരട്ടെ എന്നാണ്. അതല്ലാതെ നോർമൽ ആയിട്ടുള്ള ഒരു എക്സ് വെർഷനോ ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വഞ്ചർ 390 വന്ന പോലെ ആയിരിക്കും. അഡ്വഞ്ചർ 390 6 വെർഷൻ നമുക്ക് തന്നിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. എന്തായാലും എൻഡ്യൂറോ 390 വരുന്നുണ്ട്, 6 വെർഷൻ ആവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എന്തായാലും എൻഡ്യൂറോ 390ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാ.